അപ്പോൾ നമ്മൾ നമ്മുടെ ഹിമാചൽ രാജസ്ഥാൻ യാത്രയിൽ ഹിമാചലൊക്കെ കണ്ടു കഴിഞ്ഞ് രാജസ്ഥാനിലോട്ടുള്ള യാത്രയിലാണിപ്പം. അപ്പോൾ ഇപ്പം നമ്മൾ പഞ്ചാബിലാണുള്ളത്. അപ്പോൾ പുത്തൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ബൈപ്പാസിൽ നിർത്തി, എന്നിട്ട് ഞങ്ങളിതുവഴി വേറൊരു സ്ഥലം വരെ പോവാം. ഇവർ അച്ഛൻ അമ്മയൊക്കെ കാരവനും കൊണ്ട് തന്നെ കുറച്ചങ്ങ് പോവും. ഞങ്ങൾ ഇവിടുന്ന് വേറൊരു സ്ഥലം വരെ പോയി കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വരെ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവാണ്. ഞാനും അച്ഛമ്മയും മാത്രമാണ് ഗോൾഡൻ ടെമ്പിൾ കാണാത്തത്. ബാക്കി ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അച്ഛമ്മയും കൂടെ ഗോൾഡൻ ടെമ്പിൾ ആണ്. അല്ലേ അച്ഛമ്മേ? കണ്ടതാ? പിന്നെ അപ്പൊ ഞങ്ങള് ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നാവും. അപ്പൊ നമ്മള് ഹൈവേ എന്നൊക്കെ ഇറങ്ങി സിറ്റിയിലോട്ടുള്ള വഴി കയറി. അപ്പൊ നമ്മളിതേ ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്തുവരെ എത്തി. ഇനി കുറച്ച് നേരം നടക്കണം. നടക്കാൻ റെഡിയല്ലേ? എന്നാ പോയേക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് എത്തി. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. ഇതിൻ്റെ അകത്താണ് അമ്പലം അല്ലേ? സമയം 9:30 പക്ഷെ നല്ല തിരക്കുണ്ട് ഇപ്പോഴും. കയറാം, നമുക്ക് അകത്തോട്ട് കയറാം. അവിടെ ഒരു തലേ കെട്ടുന്ന ഒരു സാധനം ഉണ്ട്, അത് എടുത്തോണ്ട് വരാം. അതെ, അതില്ലാണ്ട് കയറ്റിയല്ല. എന്നാ ബാ. തുണിയാ അത് സിക്കാരല്ല അച്ഛമ്മേ. അമ്പലത്തിൽ കയറുമ്പോ അവരെ കെട്ടിക്കൊണ്ടേ കയറുള്ളൂ. അപ്പൊ അതും വെച്ചിട്ടേ കയറാവുള്ളൂ. അപ്പൊ ബാ, അത് പോയി കെട്ടാം. അതെ, കുഞ്ഞിക്കിളി മേടിച്ചോണ്ട് വരുന്നുണ്ട്. ചെരുപ്പ് പോയിട്ട് ഗ്രാനൈറ്റ് തൊടാൻ വയ്യ, കാലെല്ലാം തണുക്കുന്നു. അച്ഛമ്മയുടെ തലയിൽ കെട്ടിക്കൊടുത്തു, സെറ്റാക്കി. അപ്പോൾ അതെ, ഞങ്ങളെല്ലാവരും തലയിൽ കെട്ടി. ഇനിയിപ്പം നമുക്ക് അതോട്ട് കയറാം. എക്സൈറ്റഡ് ആണോ അച്ഛമ്മ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് ഞാനും അത് അച്ഛമ്മ കുറച്ച് എക്സൈറ്റഡ് കൂടുതലാണ്. ഗോൾഡൻ ടെമ്പിളിന് 4 എൻട്രൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൽ ഏതോ ഒരു എൻട്രൻസിൽ കൂടെയാണ് കയറുന്നത്. മെയിൻ എൻട്രൻസ് ആണോ നമ്മളിപ്പോ കയറിയത്? മെയിൻ എൻട്രൻസ് ആണോ? നിങ്ങൾ ഇതുവഴി അല്ല വന്നേ? നിങ്ങൾ ഇതുവഴിയാണോ വന്നേ? അപ്പൊ ചിലപ്പോൾ ആയിരിക്കും. അതാണ് ഗോൾഡൻ ടെമ്പിൾ. നമ്മൾ അകത്തോട്ട് കയറുന്നില്ല, കാരണം ഭയങ്കര തിരക്കാണ്. ആ കാണുന്ന ക്യൂ ഒക്കെ അകത്ത് കയറാനുള്ള തിരക്കാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ. ഗോൾഡൻ ടെമ്പിളിൻ്റെ മറ്റൊരു പേരാണ് ശ്രീ ഹർമന്ദിർ സാഹിബ്. ഗോൾഡൻ ടെമ്പിളിന് ചുറ്റുമുള്ള ഈ പവിത്രമായ നദിക്ക് പറയുന്ന പേരാണ് അമൃത് സരോവർ. നദിയല്ല, കുളവ. ശരിയാ, കുളവ. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഗോൾഡൻ ടെമ്പിളിൻ്റെ പണി പൂർത്തിയാക്കിയത് 5ാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജൻ ദേവ്ജിയാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ 4 ഗേറ്റ് ഉണ്ട്. ജാതി മതമൊന്നും ഇല്ല, എല്ലാവർക്കും അമ്പലത്തിൻ്റെ അകത്ത് കയറാം. 19ാം നൂറ്റാണ്ടിൽ അമ്പലം റിനോവേറ്റ് ചെയ്തപ്പോൾ അമ്പലത്തിൻ്റെ മുകൾ ഭാവം ഗോൾഡ് ഉപയോഗിച്ചാണ് അദ്ദേഹം റിനോവേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഈ അമ്പലത്തിന് ഗോൾഡൻ ടെമ്പിൾ എന്ന പേര് വരുന്നത്. ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വണ്ടി വന്ന് കയറി. ഇനിയിപ്പം നമുക്ക് നമ്മുടെ രാജസ്ഥാൻ യാത്ര തുടരാം. അച്ഛയൊക്കെ വിളിച്ചായിരുന്നു? അവർ പോയോ? അവർ വിളിച്ചായിരുന്നു. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അവർ വിളിച്ചായിരുന്നു. അവർ നിൽക്കണോ? എന്നാൽ പിന്നെ അവർ പൊക്കോട്ടെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു നിൽക്കേണ്ട, പൊക്കോളാൻ. ഞാനും പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അവർ വലിയ വണ്ടിയല്ല, ഓടി എത്താൻ സമയം എടുക്കും. നമ്മളാകുമ്പം പെട്ടെന്ന് ചെല്ലാലോ. അതെ, ഈ കാണുന്നത് അമൃത്സർ ടൗണിലോട്ട് കയറുന്നതിൻ്റെ ഒരു കവാടമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ? അതെ, നല്ല മഞ്ഞാണല്ലോ. അതെ. എങ്ങനെ പോകും മല്ലയ്യ? പതുക്കെ പോവാ, വേറെ ഒന്നുമില്ല. പതുക്കെ പോയാ മതി. കുറച്ച് ദൂരത്തേക്ക് ഉണ്ടാവുള്ളൂ. മുമ്പൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളൊരു ചായ കുടിക്കാം എന്ന് വെച്ചു. കുഞ്ഞിക്കിളിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ വണ്ടിക്കകത്തിരുന്നു. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും അച്ഛമ്മയും കൊച്ചായും കൂടെ ചായ കുടിക്കാൻ പോവാം. അപ്പോൾ അതെ, എല്ലാവരും ഓരോ കപ്പ് കാപ്പി പറഞ്ഞു. കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും തിരിച്ച് വണ്ടിയൊക്കെ കയറുക. അമ്മയൊക്കെ അപ്പുറം ഒരു പമ്പിൽ ഒതുക്കിയിട്ടുണ്ട്. തണുപ്പ് പറഞ്ഞതേ ഇവിടെ കുറച്ചേരുന്ന് തീയൊക്കെ കായുന്നു. അപ്പം അച്ഛയൊക്കെ പമ്പിൽ ഒതുക്കിയില്ല വണ്ടി. അവർ കുറച്ചുകൂടെ മുന്നോട്ട് പോന്നു. എന്നിട്ടിപ്പോൾ അതൊരു ധാബയെ കൊണ്ടുവന്ന് ഒതുക്കി. അപ്പോൾ ഇനിയിപ്പോൾ അതേ കുഞ്ഞിക്കിളിയൊക്കെ വന്നതേ കയറി കിടന്നുറങ്ങി. കുഞ്ഞിക്കിളിയും അച്ഛമ്മയൊക്കെ ഉറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ബത്തിൻ്റെ അടുക്കാറായി. നമ്മളിനിയിപ്പം കൃഷ്ണഗന്ധല്ലേ? രാജസ്ഥാൻ. കൃഷ്ണഗന്ധ ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് രാവിലെ കുറച്ച് പണിയുണ്ട് വണ്ടിക്ക്. വണ്ടിയുടെ ഓയിൽ സീല് പോയി. ഒരു വീലിന്റെ ഓയിൽ സീൽ പോയിട്ടുണ്ട്, ഓയിൽ അടിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് ബട്ടന്റെ ചെന്ന് എവിടെയും വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കി ചെയ്തോണ്ട് പോവാം. രാവിലെ നല്ല തണുപ്പായിരുന്നു. തണുപ്പ് മാത്രമല്ല, ഭയങ്കര മഞ്ഞുമായിരുന്നു. ആണല്ലേ? ഞാൻ ഉറക്കായിരുന്നു രാവിലെ. അതെ, മഞ്ഞായതുകൊണ്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഒതുക്കിയത്. അല്ലെങ്കിൽ നമ്മള് രാത്രി തന്നെ അങ്ങ് പോയാലും ബട്ടന്റെ ഒക്കെ പാസ്സായി പോയാലും ഒന്നും കാണത്തില്ല. അതുപോലെ ഭയങ്കര മഞ്ഞായിരുന്നു. ഞാൻ കിടക്കുന്നതിന് മുന്നേ തൊട്ട് മഞ്ഞ് തുടങ്ങിയായിരുന്നു. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനാ നമ്മൾ ഹിമാചലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇവിടെ മൊത്തം തണുപ്പാ.
ഇനി രാജസ്ഥാനിലും വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. രാജസ്ഥാനിലെ ബസ് ഉണ്ടല്ലോ, പകല് ടെമ്പറേച്ചർ കൂടുതലും രാത്രി ആകുമ്പത്തേക്ക് തണുപ്പാ. രാത്രിയിൽ ഇത്തിരി ചൂട് കിട്ടുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ. എനിക്ക് രാത്രിയിലുണ്ടല്ലോ എന്നെ പുതപ്പ് വെച്ചാലും തണുപ്പാ. വേറെ കാര്യമുണ്ട്, ഈ തണുപ്പത്ത് കിടക്കുമ്പോഴേ അന്നേരം നമ്മൾ ചൂട് കിട്ടാൻ കൊതിക്കും, ശകലം വെയില് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഞാനും അച്ഛമ്മയും കൂടെ കിടക്കുന്ന, അച്ഛമ്മ ഉണ്ടല്ലോ എന്റെ ഒരു സൈഡിൽ അമക്കി വെച്ചേക്കുക. വേറെ കാര്യമുണ്ട്, നമ്മള് ഈ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ അന്നേരം നമുക്ക് ചൂട് വേണ്ട. അത് ശരി, അത് നല്ലൊരു പോയിന്റാ. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോഴ അങ്ങനെ ആയിരുന്നേ, തണുപ്പല്ലേ എന്തിനാ അധികമൊക്കെ മൊത്തം കമ്പിളി അത് ഇത് എന്നുള്ള വൈബായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അടുത്ത തണുപ്പ്. റോഡിലോട്ടൊന്നും നോക്കത്തില്ല, അതുപോലെ വെയിലാ. റോഡ് വെയിലടിച്ചിട്ടല്ലേ? ആ ഭയങ്കര വെയില്. രാത്രിയില് നല്ല തണുപ്പും രാവിലെ ആകുമ്പോ വെയിലും. ഇന്നലെ 8 ഉണ്ടായിരുന്നുള്ളൂ നൈറ്റ് ടെമ്പറേച്ചർ. 8 ആണോ? രാവിലെ അത്ര കണ്ടുണ്ടായിരുന്നു. ഞാൻ കിടക്കുന്ന വരെ 8 കണ്ടുണ്ടായിരുന്നു. അപ്പം അത് രാവിലെ ആകുമ്പോഴത്തേക്ക് പക്ഷെ ഭയങ്കര വെയിലാ, വെയിലിന് ഭയങ്കര വെട്ടം. അപ്പം എൻ്റെ ആഗ്രഹം രാജസ്ഥാനിൽ ചെന്നിട്ട് രാത്രിയിൽ നമ്മൾ പോയിട്ട് സ്റ്റാർ ഗേസിങ് രാത്രി പോയി നമ്മൾ നക്ഷത്രമൊക്കെ കണ്ട് ചുമ്മാ ഇരിക്കില്ലേ, ആകാശത്തോട്ട് നോക്കി. അതായിരുന്നു ആഗ്രഹം. അപ്പം ഹിമാചലിൽ ഏതെങ്കിലും മലയുടെ മുകളിൽ കയറി അങ്ങനെ ഇരിക്കണമെന്നായിരുന്നു ഞാനും പൊന്നും ആദ്യം വിചാരിച്ചത്. പക്ഷെ ഹിമാചലിൽ മലയുടെ മുകളിലൊന്നും കയറാൻ പറ്റില്ല. ഞങ്ങള് കയറിയ മലയുടെ അവിടെയൊക്കെ കരടി വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പൊ രാജസ്ഥാനിൽ ഇനി ഏതെങ്കിലും മരുഭൂമി ഇരുന്ന് സ്റ്റാർ ഗേസിംഗ് നടത്തണം, ഇതാണ് ആഗ്രഹം. രാജസ്ഥാനിൽ പിന്നെ വേറൊരു ഇതുണ്ട്, കരടി കാണത്തില്ല, വല്ല പുലിയൊക്കെ കാണത്തുള്ളായിരിക്കും. എല്ലായിടത്തും ഉണ്ടാവില്ലായിരിക്കും. നമ്മള് ഇന്നാളൊക്കെ പോയടത്തൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ എവിടെയെങ്കിലും പോകണം. പക്ഷെ രാത്രിയിൽ തണുപ്പാണ്, അതാണ് രണ്ടാമത്തെ കാര്യം. തണുപ്പ് കാരണം ഇരിക്കുമായിരിക്കുമല്ലേ, കുറച്ച് തീയൊക്കെ ഇട്ട് അവിടെ എങ്ങനെ ഇരിക്കാം. കനലൊക്കെ എടുത്തിട്ടുണ്ട്, ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുത്ത കനല് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. മരുഭൂമി വിറകുണ്ടോ? ചുള്ളിക്കമ്പൊക്കെ കാണും. ആ ഓക്കെ, നമുക്ക് ഇവിടെ തിരിഞ്ഞ് ബത്തേണ്ട സിറ്റിയിലേക്ക് കയറാം. വർക്ക്ഷോപ്പ് വല്ലതും ഉണ്ടോ എന്ന് തപ്പി പിടിക്കാം. അതെ, നമുക്കേ ആ ഓട്ടോക്കാരോടൊന്ന് ചോദിച്ചിട്ട് പോകാം. ചോദിച്ചു നോക്കാം വർക്ക്ഷോപ്പ് വല്ലതും ഇവിടെ അടുത്തുണ്ടോ. भाई इधर कोई वर्कशॉप मिलेगा? मैकेनिक मिलेगा? मैकेनिक हाँ, क्या कराना है? वो उसका व्हील ऑयल सील गया था। अच्छा हाँ, वो आगे जाके कितना दूर जाने का? बत्तियां क्रॉस करके रेड बत्ती आएंगे, बत्तियां आगे सारी मार्केट यही है। അവിടെ മാർക്കറ്റ് ഏരിയ ഉണ്ടോ? അതെ, എനിക്ക് ഓയിൽ സീൽ എന്ന് പറയാനേ അറിയില്ല, അതാണ് ഞാൻ ഓയിൽ സീൽ എന്ന് പറഞ്ഞത്. ഗയ എന്നുള്ള വാക്യം മറന്നുപോയി. ഹിന്ദിയൊക്കെ ഇങ്ങനെ സംസാരിച്ചാ പഠിക്കുന്നത്. ഞാനേ പറഞ്ഞുതരാം, അതുപോലെ താൻ സംസാരിച്ചാ മതി. ഞാൻ കുഞ്ഞിക്കിളിനെ പറഞ്ഞു വിടാറോ അതുകൊണ്ട്. അല്ലെ നമ്മളിത് പറയാതെ പഠിക്കുകയല്ല, തെറ്റാണല്ലോ നമ്മൾ പറയണം. പറഞ്ഞു കഴിയുമ്പോ അവരെ ചോദിക്കും, ഇപ്പം മനസ്സിലായി ഗയാന്നുള്ള മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ അത് ഓരോന്നോരോന്ന് പറഞ്ഞു കഴിയുമ്പോഴേ പഠിക്കത്തുള്ളൂ. അതന്നേരം നമ്മുടെ മനസ്സിൽ നിൽക്കും. തെറ്റ് പറയണം, തെറ്റ് പറഞ്ഞാലേ നമ്മള് പിന്നെ അത് ഓർക്കത്തുള്ളൂ. അയ്യോ അത് തെറ്റാണല്ലോ പറഞ്ഞത്, അപ്പൊ പിന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുക അങ്ങനെ വരുമ്പോ. ഇവിടെ എല്ലാം വിന്റർ ക്ലോത്ത്സിന്റെ വിൽപ്പനയാണ്. നമുക്ക് കമ്പിളി വല്ലതും വേണം, വേണ്ടല്ലേ? ഓ നമ്മൾ ഇറങ്ങിയില്ലേ ഹിമാചലിൽ നിന്ന്, അതുകൊണ്ട് ഇനിയിപ്പം വലിയ കുഴപ്പമില്ല. നമുക്കത് ആവശ്യമില്ല. പകല് നമുക്ക് ഇവിടുത്തെ ചൂടൊന്നും വലിയ പ്രശ്നമില്ല, രാത്രി കുറച്ച് കമ്പിളി ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഇവിടുത്തെ കാർ വർക്ക്ഷോപ്പ് ആണല്ലോ. ഇവിടെ ചോദിച്ചു നോക്കാം. ഇവിടെ ചോദിച്ചു നോക്ക്. ഇന്നലെ രാത്രില്ലേ ഞാൻ പെട്ടെന്ന് വണ്ടി കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയായിരുന്നു. അന്നേരം ചേട്ടായി പുറകെ നിന്ന് വന്നപ്പം എന്നാണ് ഓയിലിന്റെ മണം വരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അന്നേരം അപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന എഞ്ചിൻ ഓയിലാന്ന് പറഞ്ഞ് ഫ്രണ്ടിലാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഓയിൽ നല്ല രീതിക്ക് പോയിട്ടുണ്ട് കേട്ടോ. നല്ല പോയിട്ടുണ്ട്. അതെ, ഓയിലൂടെ ഒന്ന് നോക്കണം. ടയർ അഴിക്കാനുള്ള പരിപാടികളൊക്കെയാ. ഓയില് പോകുന്നുണ്ട്, തുള്ളിത്തുള്ളിയായിട്ട് താഴോട്ട് വീഴുന്നുണ്ട്. അവിടെ ഓയിൽ കണ്ടോ ചെറുതായിട്ട് ലീക്കായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓയിലെല്ലാം അടിച്ച് വെയിലിനകത്ത് മൊത്തം ഓയിൽ അടിച്ചു നോക്കിയേ. ഹൗസിംഗ് ഓയിലാ വന്നേക്കുന്നത് മൊത്തം. എന്നെ പെട്ടെന്ന് ടയർ കോരിയിട്ട് കാറിന്റെ ആയതുകൊണ്ടേ. ലോറിക്ക് ഇതുപോലത്തെ ടയർ മതിയായിരുന്നല്ലേ? അതെ, 3-4 ഇതങ്ങ് അഴിച്ച് പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് ടയർ അങ്ങ് താഴോട്ടങ്ങ് എളുപ്പം ഉണ്ടായിരുന്നു. അതെ, ബ്രേക്ക് ലൈനറും അതെല്ലാം അഴിച്ചെടുത്തു. ബ്രേക്ക് ലൈനറും ബ്രേക്ക് ഷൂ ഒക്കെ എന്നെ ചെറുതല്ലേ? അതെ, അവിടെ ഓഫീസിൽ ഒന്നും വേണ്ട, ടയർ അഴിക്കാൻ നോക്കുമ്പോ എല്ലാം വലുതാ. എന്തേലും വണ്ടിയുടെ നോക്കുമ്പോ ബ്രേക്ക് ഷൂവിന്റെ സ്പ്രിംഗ് ഒക്കെ ഉണ്ടോ? കുഞ്ഞാ
അതുകൊണ്ട് പണി എളുപ്പമുണ്ടല്ലേ? ലോറിയിലാണെങ്കിൽ എന്നാ പാടാ. ഞാനതിപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇനി തുറന്ന് കുറെ നേരം എടുക്കുമായിരിക്കും എന്നൊക്കെ, പക്ഷെ പെട്ടെന്ന് പരിപാടി തീർന്നു. അതെ, പെട്ടെന്ന് അടിക്കാനും പറ്റി അല്ലേ? ഈ കോട്ട് ഊരിയിട്ടേക്ക് ആവി എടുക്കുന്നു, വെയിലായി. അപ്പൊ ബയ്യ ഇപ്പം ആക്സിൽ ഊരി എടുക്കാൻ പോവാ. ഇതാണ് ആക്സിൽ. അത് ആക്സിൽ, ഇത് ബെയറിങ്. ഇതിന്റെ ഇതുണ്ട്, നീഡിൽ 3-4 പോയി. അപ്പൊ ഇതാണ് ഓയിൽ സെയിൽ. ഓയിൽ സെയിലിന്റെ ഫോട്ടോ എടുത്തോളാനാ പറഞ്ഞത്. അത് അവിടെ കടയെ കൊണ്ട് കാണിക്കും. സ്പെയർ പാർട്സ് ഇടന്നേ, അത് കാണിച്ച് മേടിക്കാനായിട്ടേ. പാർട്ട് നമ്പറൊക്കെ ഉണ്ട്. വള പോലെ ഇരിക്കുന്നു. ഓയിൽ സെയിൽ 2 മാറണം, ഇന്നറും ഔട്ടറും, വീൽ ബെയറിങ്ങും, ഇത്രയും സാധനം മാറണം. കൊച്ചിച്ച അപ്പുറത്ത് കടയിൽ വരെ പോവാ. ഇവിടെ അടുത്തുള്ള ഇവിടുത്തെ സ്പെയർ പാർട്സ് ഇടൽ ഇതിന്റെ ബെയറിംഗ് ഇല്ല. അപ്പൊ അപ്പുറം ഒരു സ്പെയർ പാർട്സ് കടയുണ്ട്, വലിയ കടയുണ്ടെന്ന് പറഞ്ഞു. അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വരെ പോയിട്ട് വരാം. 11 മണിക്ക് വന്നാ 1 മണി കഴിഞ്ഞു. ഇത്ര നേരം പാർട്സ് സാധനം കിട്ടി തപ്പി നടക്കായിരുന്നു. ഇപ്പൊ കിട്ടി, പക്ഷെ അത് ബെയറിംഗ് മാറിപ്പോയി. ഇനിയിപ്പം ഒന്നുകൂടെ പാർട്സ് മേടിച്ചോണ്ടാ. ഈ സൈഡിൽ മൊത്തം കാറിന്റെ വർക്ക്ഷോപ്പുകളാ. അങ്ങോട്ടും എല്ലാം ഓരോ പണികളാ, പെയിന്റിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ. കൊച്ചച്ച പാർട്സ് മേടിക്കാൻ പോയി. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഭയങ്കര വെയിലായി. അതുകൊണ്ട് ഞാൻ പിന്നെ സ്വെറ്റർ ഇവിടെ സൈഡിൽ കെട്ടി വണ്ടിക്ക് അതിരിക്കുക. ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും ഇല്ല, കുറച്ച് ദൂരെ പോകണം കട. അപ്പം വണ്ടിയുടെ പരിപാടി തീർന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന വെച്ചു. ഈ റോഡിൻ്റെ 2 സൈഡിലും ഇതുപോലെ കാർ വർക്ക്ഷോപ്പും പാർട്സ് കടയും അങ്ങനെ ഓരോന്നൊക്കെയാണ്. അപ്പം അങ്ങേ അറ്റത്തോട്ടെങ്ങാണ്ട് പോകണം. ഇനിയിപ്പോൾ ഒന്നുകൂടെ പോയിട്ട് വരും എടുക്കും. അവിടെയൊക്കെ ഇത് പെയിൻറ്റിങ് വർക്ക് നടക്കുന്നു. രാവിലെ നല്ല മഞ്ഞായിരുന്നു, ഇപ്പം നല്ല വെയിലുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല മഞ്ഞിറങ്ങുകയും ചെയ്യും, തണുപ്പാവും. സാധനമൊക്കെ കിട്ടിയോ? സാധനമൊക്കെ കിട്ടി. കേൾക്കാൻ രക്ഷപ്പെട്ടു. ആ ബെയറിങ് കിട്ടാൻ ശകലം പാടുപെട്ടായിരുന്നു. ആണല്ലേ? ബെയറിങ് ഓയിൽ സെയിലും 2 കടയിൽ നിന്നായിട്ടാണ് പിന്നെ മേടിച്ചത്. ഇന്നർ ഓയിൽ സെയിൽ ഒരു കടയിൽ നിന്ന് കിട്ടി, ഔട്ടർ ഓയിൽ സെയിൽ വേറൊരു കടയിൽ നിന്ന് കിട്ടി. വയറിങ് വേറൊരു കടയിൽ നിന്ന് കിട്ടി. മണിക്കൂറായി. അയ്യോ, അതെ, ഇപ്പൊ 2-3 പ്രാവശ്യം വന്നിട്ട് പോയി. ഈ കടകളൊക്കെ കുറെയൊക്കെ നടവുക. കടയുണ്ട്, അത് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും പാർട്സ് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. എന്നുവെച്ചാൽ പഴയ വണ്ടി ആയതുകൊണ്ടേ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ബെയറിങ്ങേ ആക്സിലേക്ക് സിറ്റിംഗ് ആക്കുക. ഇന്നർ ഓയിൽ സീലൊക്കെ ഫിറ്റ് ചെയ്തു, അത് സെറ്റ് ചെയ്തു. ഓയിൽ സീലും ബെയറിങ്ങും എല്ലാം കൂടെ മേടിച്ചോണ്ട് വന്നപ്പോഴാണ് ബെയറിങ് മാറിപ്പോയത്. അപ്പൊ പിന്നെ ഓയിൽ സീൽ അവിടെ കൊടുത്തിട്ട് വീണ്ടും ബെയറിങ് മാറി മേടിക്കാൻ പോയി. അന്നേരത്തേനും പിന്നെ ഓയിൽ സീൽ ഇന്നർ ഓയിൽ സീലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പെട്ടെന്ന് പരിപാടി തീർക്കാമല്ലോ. ആ ഒരു കാര്യത്തിൽ എന്നാലും പടപെടാവുന്ന കാര്യങ്ങൾ നല്ല സ്പീഡപ്പായിട്ട് കഴിഞ്ഞു അല്ലേ? സ്പീഡപ്പായിട്ട് ചെയ്യുന്ന 2-3 വണ്ടി ഇടയ്ക്ക് വന്നു പോയി. അതെ, ഇതെല്ലാം പിന്നെ അത് എല്ലാം വാഷ് ചെയ്ത് നല്ല കഴുകി സെറ്റാക്കി വെച്ചേക്കാം. അത് മൊത്തം ഓയിലല്ലായിരുന്നു. വേറെ കാര്യമുണ്ട് കേട്ടോ, ആ ബൈക്ക് കൂടെ തന്നു വിട്ടുകൊണ്ട് ഒരുപാട് ഗുണം കൂടി. അതെ, ബൈക്ക് വന്നിട്ടുണ്ട് രക്ഷപ്പെട്ട്. അതെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഓട്ടോ എല്ലാം നമ്മളിങ്ങനെ വിളിച്ച് പോയി വന്ന് എല്ലാം നോക്കി നിന്നു എല്ലാം സമയം കുറെ കൂടെ പോയേനെ. ഇത് പെട്ടെന്ന് പോയി മേടിച്ചോണ്ടിരാൻ പറ്റും. അതെ, ആക്സിൽ സെറ്റായി കയറ്റി വെച്ച് നീ മുറിക്കാൻ മതി. ഇപ്പൊ പരിപാടി തീർന്നു. ഇനി മുറുക്കി കയറ്റിയിട്ടാ മതി. കഴിക്കുന്ന കണ്ടില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ. ഞാനാണ് കയറ്റിയൊന്ന് മുറുക്കുന്ന താമസം. ഇരുന്ന് മടുത്തായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ നന്നായിട്ടിരുന്നു മടുത്തു. നല്ല വെയിലൊക്കെ കാഞ്ഞ് വണ്ടി ഇരുന്നാ പോരായിരുന്നു, സുഖമല്ലായിരുന്നു. വെയില് കാഞ്ഞിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും കഴിക്കാൻ വേണം. ഞാനാണെങ്കിൽ കുറച്ച് വെള്ളം ഓർഡർ ചെയ്തായിരുന്നു. വെള്ളവും അതന്നെ. ഇവിടെ അടുത്തെങ്ങ് വേറൊരു കടയും ഹോട്ടലോ ഒന്നുമില്ല, ചായക്കട പോലും ഇല്ല. എല്ലാം വർക്ക്ഷോപ്പുകളും ഇത് മാത്രമേ ഉള്ളൂ, വേറൊരു സാധനമില്ല. പിന്നെ എല്ലാം ഉണ്ട്, കുറച്ച് ദൂരോട്ടാ ഉള്ളേ. ഓയിൽ സീലും ബെയറിങ്ങും എല്ലാം സെറ്റ് ചെയ്തു. അടുത്ത ലൈൻഡർ ബ്രേക്ക് ഷൂ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഡ്രമ്മ് കയറ്റിയിട്ടാൽ മതി. അപ്പം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഡ്രമ്മും കയറ്റിയിട്ട് ടയറൂടെ കയറ്റിയിട്ടാൽ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം ടയറും വലിച്ചു മുറുക്കി നമുക്ക് അത്യാവശ്യം ശകലം ഫ്ലൂയിഡൂടെ കുറവുണ്ടോയെന്നും ചെക്ക് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. ഫ്ലൂയിഡ് തന്നെ ചെക്ക് ചെയ്യാനുള്ള ഫ്ലൂയിഡ് ചെക്ക് ചെയ്ത് എന്നതിനാന്നോ, ഇത് അഴിച്ചപ്പോഴേ കുറച്ച് എയർ എടുത്ത് കളഞ്ഞായിരുന്നു. അത് അഴിച്ചപ്പോൾ എയർ വരും, എയർ കയറിയത് കുറച്ച് എയർ എടുത്ത് കളഞ്ഞു. അപ്പോൾ അതിനകത്ത് ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം, അതിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്ത് കുറവുണ്ടെങ്കിൽ ശകലം മേടിച്ച് ഒഴിക്കുക. ഇതാ ഫ്ലൂയിഡിൻ്റെ ടാങ്ക് ഇതാ കേട്ടോ, കുറച്ച് കുറവുണ്ട്. വേറെ മേടിക്കണ്ട, പുള്ളിയുടെ തന്നെ ഉണ്ട്, അത് ഒഴിക്കാന്ന് പറഞ്ഞു.
അധികം കുറവില്ല, കുറച്ചേ കുറവുള്ളായിരുന്നു. ആ അതുകൊണ്ട് കുറച്ച് പുള്ളിയുടെ മെക്കാനിക്കിൻ്റെ ഉണ്ടായിരുന്നത് അതെടുത്ത് ഒഴിച്ചു. അത് മതി. വണ്ടി റെഡി. വണ്ടി റെഡി, പോയേക്കാം. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്നാ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചാനലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് എന്ന് വരുമെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ മെയിൻ മേസ്ത്രിയുടെ പേര് സുഖദേവ് സിംഗ്. അപ്പോൾ ഗേർ കിधर है जी? जोधपुर माना। ജോസ്പൂർ മന. एमएल के साथ। ഓക്കെ. അപ്പോൾ ചാനലൊക്കെ കാണിച്ചു കൊടുത്ത് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോ എന്നാ വരുന്നതെന്ന് വെച്ചാൽ അപ്പം വീഡിയോ വരുന്ന ഏകദേശം ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ടിന്റെ സിറ്റി നല്ലൊരു സിറ്റിയാണോ അല്ലേ? അതെ. ഇതൊരു ജവാന്റെ ഒരു ഇതാ. ഇപ്പൊ നമ്മൾ അവിടെ കണ്ടില്ലേ സ്റ്റാച്യു സോൾജറിന്റെ, അത് ഫൗജി ചൗക്ക. ഇപ്പം അത് ഉറി അറ്റാക്കില് വീരമൃത്യു മരിച്ച സോൾജറിന്റെ സ്റ്റാച്യു. അത് പേര് വായിക്കാൻ പറ്റിയില്ല. ഇവിടെ ഫുള്ള് പഴവും കിന്നും ഒക്കെ ഉണ്ട്. വേണോ? കിന്നു ഉണ്ട്, പേരക്ക ഉണ്ട്, ആപ്പിളുണ്ട്, കേല ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. എന്തെങ്കിലും വേണോ? ഇപ്പൊ വേണ്ട. വണ്ടി കുറച്ച് കിന്നു ഇരിപ്പുണ്ട്. നേരെ ഹനുമാൻ കിട്ടും 113. ഡബാവലി നമുക്ക് പോകേണ്ട സ്ഥലമല്ലേ? ഡബാവലി പോകേണ്ട സ്ഥലമാണ്. ഡബാവലി വഴിയാണ് ഹനുമാൻ പോകേണ്ടത്. ഡബാവലി ടൗണിൽ കയറണ്ട, ബൈപ്പാസ് പോയാണ്. ഇന്നത്തെ റിപ്പയർ ചെലവ് എന്തേരേ? റിപ്പയർ ചെലവ് ബെയറിങ്ങിന് 800 രൂപ, ഓയിൽ സെയിലിന് ഒരു 150 രൂപ, രണ്ടെണ്ണത്തിനോടെ 950, 1000 രൂപ ലേബറും. അതിന് ലേബർ എന്ന് പറഞ്ഞാൽ ലേബർ ചാർജ് തന്നെയല്ല കേട്ടോ. അതിനാ വെച്ചാൽ ഡീസലിൻ്റെ ഉണ്ട്, അതൊക്കെ കഴുകാനും ഡീസൽ മേടിച്ചതും പിന്നെ വാട്ടർ സർവീസ് ചെയ്തതും എല്ലാം കൂടെ കൂട്ടി 1000 രൂപ. അതെല്ലാം മെക്കാനിക്ക് തന്നെയാണ് ചെയ്തത്. 1000 രൂപ. പിന്നെ ഒരു 100 രൂപ പെട്രോളും. 950, 1950, 2050. ഇപ്പൊ മുന്നിന്ന് നല്ല വെയിലാ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ എവിടെയെങ്കിലൊക്കെ പഠിക്കാൻ വരായിരുന്നു. നല്ലപോലെ പഠിച്ചിരുന്ന ഇവിടെ വല്ലതും വന്ന് പഠിക്കത്തില്ലായിരുന്നു. ആരാ കളിയാക്കുന്നു? അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി വന്ന് എക്സ്പ്രസ് വേ കയറിയിരിക്കുന്നു. ഭാഗ്യത്തിന് കൊച്ച വഴിയൊന്നും തെറ്റിച്ചില്ല. വെൽക്കം ടു അമൃത്സർ ജാംനഗർ ഹൈവേ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കടുകുവാടം ഉണ്ട്. പൂ നിൽക്കുന്നുണ്ടോ? കടുക് പൂത്ത് നിൽക്കുന്നത് നല്ല രസമുണ്ട് കാണാനല്ലേ. നല്ല ഭംഗിയുണ്ട്. അതെ പോട്ടെ, അവര് മുന്നിൽ പോയില്ലേ? അവരത് മുമ്പിൽ തന്നെ പോകുന്നുണ്ട്, കാണാവുന്ന ദൂരത്ത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് പോവാ. ബിക്കാനേർ ജാംനഗർ എക്സ്പ്രസ് വേ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ ഹൈവേ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല രസമുണ്ട്. രണ്ട് സൈഡും കടുകുപാടവും മറ്റേ ഇത് തന്നെ ഗോതമ്പ് പാടവും. നല്ല സൂര്യാസ്തമയം. നല്ല രസമുണ്ട്. നല്ല രസം. നല്ല വ്യൂ ആ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞുകൊണ്ട്. അപ്പൊ ഞങ്ങളുടെ മെയിൻ ഡ്രൈവർ കാരവനിലേക്ക് പോയി. അതെ, ഞങ്ങളുടെ സെക്കൻഡ് ഡ്രൈവർ അല്ലല്ല ഞങ്ങളുടെ കിളിയെ ഇങ്ങോട്ട് വിളിച്ചു. ഒരാൾ കൂടി വന്ന് വണ്ടിയിലോട്ട് കയറി കണ്ടായിരുന്നോ? ബിസ്ക്കറ്റ് ഒക്കെ എടുത്തോണ്ടാ വന്നേ. എന്നതിനാ ബിസ്ക്കറ്റ് ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നാനായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇരിക്കുവോ, ഓടിച്ചോളാൻ പറഞ്ഞു. ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. ദേ ഈ കാണുന്നതാണ് കടുക് അല്ലേ? അതിനകത്താണ് കടുക്. അതെ, അതിനകത്താണ് കടുക്. പൊട്ടിച്ചു നോക്ക്. കടുക് പിന്നെ കുഞ്ഞതല്ലേ? അതെ, ഇതാണ് കടുക്. പക്ഷെ വിളഞ്ഞിട്ടില്ല. അതെ, ആരുടെ പോന്നേ? ഞാൻ നിങ്ങളുടെ കൂടെ. ആണോ? എന്നാ ഓടിച്ചെന്ന് ഒച്ചെടുത്ത് വരണ്ടാ. ഇല്ലെങ്കിൽ അവര് പോകും മിക്കാറും. നോക്കി നിൽക്കും. ഇല്ലെങ്കിൽ അവര് ചിലപ്പം പോയല്ല, നോക്കി നിൽക്കും. നമുക്കേ ഡീസൽ അടിക്കണം. വേണോ? എന്നാ ഡീസൽ അടിക്കാം. അവിടെ ചേച്ചാണ് ഡ്രൈവിങ്. നിങ്ങളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോ? ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. രാത്രി എന്താ കഴിക്കാൻ എന്നാ ഉണ്ടാക്കണ്ടേന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നേ. കടയിൽ നിന്ന് കഴിക്കണോ അതോ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നിങ്ങനെ ആലോചനയിലിരിക്കുകയാണ്. കടയൊക്കെ കാണും. പിന്നെ മെയിൻ കുക്കിനോട് ഇവിടുന്ന് ചോദിക്കണം. ചോദിക്ക്. അവിടെ ഇതുവരെ കഴിക്കുന്നവരൊന്നും പറഞ്ഞില്ല. പിന്നെ ദാമിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ആണോ? ഇനി ഒത്തിരി നേരം ഓടാ, നമുക്കങ്ങ് നിർത്താം. എവിടെയെങ്കിലും ഉണ്ടാക്കുവോ കഴിക്കുവോ ഒക്കെ ചെയ്യാം.